നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആശാവർക്കർമാരുടെ രാപ്പകൽ സമര യാത്രയ്ക്ക് ഐതിഹാസികമായ തുടക്കം. കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് വൻപിച്ച സ്വീകരണം. തെരുവിൽ ജാഥ നയിച്ചും തെരുവിലുറങ്ങിയും പോരാട്ടത്തിൻ്റെ പുതിയ വഴികൾ തേടുകയാണ് ആശാവർക്കർമാർ. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അത് പുറത്തിറങ്ങി നടന്ന പുരുഷന്മാരായിരുന്നു, ആണുങ്ങളായിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആൺ തൊഴിലാളികളായിരുന്നു നേതൃത്വത്തിലുണ്ടായിരുന്നതെങ്കിൽ ഈ പുതിയ നൂറ്റാണ്ടിൽ ഇരട്ട ചൂഷണം അനുഭവിക്കുന്ന പെൺ തൊഴിലാളികൾ ചരിത്രം എഴുതുകയാണ്. വലിയ വ്യത്യാസമുണ്ട്. നൂറ്റാണ്ട് കഴിയുമ്പോൾ വലിയ വ്യത്യാസമാണ്. അതിരായി നിൽക്കേണ്ടുന്ന ഒരു ബദൽ ആണ്. ആ ബദൽ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാട്ടിക്കൊടുക്കേണ്ടുന്ന ഒന്നാണ്. അങ്ങനെ കാട്ടിക്കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ? ಶಕ್ತಿ ಕಡಿಮೆ ಇಲ್ಲ. ಬಂಡವಾಳಶಾಹಿಗಳು ಕೇವಲ 1%, ನಾವಿರೋದು 99%. ನಾವು ಇತಿಹಾಸನ ಬರೆಯಕ್ಕೆ ಸಾಧ್ಯ. ಎಲ್ಲ ಸ್ಥಳದಲ್ಲೂ ಇತಿಹಾಸನ ನಿರ್ಮಾಣ ಮಾಡಿದವರು ಕಾರ್ಮಿಕ ವರ್ಗ. ಮುಂದೆನೂ ಕೂಡ ನಾವು ಇತಿಹಾಸನ ನಿರ್ಮಾಣ ಮಾಡ್ತೀವಿ. ಇದಕ್ಕೆ ಏನೇ ಅಡೆತಡೆಗಳು ಬಂದರೂ ಕೂಡ ನಾವು ಮಣಿಯೋದಕ್ಕೆ ಸಿದ್ಧರಿಲ್ಲ ಅಂತ ನೀವು ತೋರಿಸ್ತಾ ಇದ್ದೀರಾ. ಸೊ ಇಲ್ಲಿ ನಾವು ಗಮನಿಸೋದಾದ್ರೆ ಮೇ ದಿನ ಮೊನ್ನೆ ತಾನೇ ನಾವು ಆಚರಣೆ ಮಾಡಿದ್ದೀವಿ. ಮೇ 1 ಐತಿಹಾಸಿಕವಾದಂಥ ದಿನ. ಚಿಕಾಗೋ ನಗರದಲ್ಲಿ ಅಲ್ಲಿನ ಕಾರ್ಮಿಕರು, ಅಮೆರಿಕನ್ ಕಾರ್ಮಿಕರು 8 ಗಂಟೆಗಳ ಕಾಲ ದುಡಿಮೆ ನಾವು ಮಾಡ್ತೀವಿ, ನಮಗೆ ಬೇಕಾದಂತಹ ಎಲ್ಲ ಸವಲತ್ತುಗಳು, ಕಾರ್ಮಿಕರಿಗೆ ಬೇಕಾದಂತಹ ಸವಲತ್ತು ಕೊಡಬೇಕು ಅಂತ ಹೇಳಿ ಹೋರಾಟನ ಏನು ಮಾಡಿದ್ರು ಅಂತ ಐತಿಹಾಸಿಕ ಮೇ ದಿನನೂ ನೀವು ಮುಗಿಸ್ಕೊಂಡ್ ಬಂದಿದ್ದೀರ ನಾನು ಭಾವಿಸ್ತೀನಿ. ಎಲ್ಲ ಕೇರಳ